ഹലോ ഗായ്സ്, നമുക്കിന്നൊരു ചിക്കൻ കറി വെച്ച് നോക്കിയാലോ. നമ്മൾ സാധാ പോലെയല്ല വെക്കണത്, ഇന്ന് വറുത്തിട്ടാണ് വെക്കണത്. ചിക്കൻ ആദ്യം തന്നെ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് ചുവന്നുള്ളി, ഒരു കുടം വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര്. നമുക്കപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളിയും നമ്മുടെ ചുവന്നുള്ളി, ഇഞ്ചി, പിന്നെ നമ്മുടെ പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ അത് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുനാരങ്ങയുടെ നീരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുരു പെടരുത് കേട്ടോ. ഇനി നമുക്കിത് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടിയും പിന്നെ നമ്മുടെ ഉപ്പ്, പിന്നെ ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എരിവിന് പച്ചമുളക് ചേർത്തിട്ടുണ്ട്, എന്നാലും ഇപ്പം നമ്മൾ അധികം ചേർക്കുന്നില്ല, കുറച്ച് മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഗരം മസാല കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്യാൻ വയ്ക്കാം. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വേറൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ നമ്മളുടെ ഈ ചിക്കൻ എടുത്ത് ആവശ്യത്തിനെടുത്ത് പൊരിച്ചെടുക്കാം. നമുക്ക് തിരിച്ചും മറിച്ചും എല്ലാം നന്നായി വേവിച്ച് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ചിക്കനും കൂടി നമുക്ക് വറുത്തെടുക്കാം. എന്നിട്ട് ഈ സെയിം എണ്ണയിലേക്ക് നമുക്ക് ഇനി കറി വയ്ക്കാനായിട്ടുള്ള സവാള, പിന്നെ കറിവേപ്പില ഇതെല്ലാം ഇട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മളിപ്പോൾ എരിവിന് നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. നേരത്തെ പച്ചമുളകും മുളക് പൊടിയും ചിക്കനിൽ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിരുന്നല്ലോ. ഇപ്പോൾ ഇനി നമുക്കതുകൊണ്ട് മുളക് പൊടി ചേർക്കണ്ട. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ളതിട്ട് പിന്നെ ഒരു 2 സ്പൂൺ നമ്മൾ മല്ലിപ്പൊടിയും കൂടി നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. മല്ലിപ്പൊടിയും കൂടി ഇട്ട് അതിൻ്റെ പച്ചമണമെല്ലാം മാറി എല്ലാം കൂടി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി അതിലിട്ട് നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ ടൈമിൽ നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിന് നമുക്കതിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നമ്മൾ പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളമാണ് ചേർക്കാൻ പാടുള്ളൂ. പച്ചവെള്ളം ചേർത്താൽ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം കൂടി ചേർത്ത് നമ്മൾ അടച്ചു വെച്ച് ഒന്ന് കൂടി നമ്മൾ വേവിച്ചെടുക്കാം. വെന്തതാണ് ഓൾമോസ്റ്റ്, എന്നാലും ആ വെള്ളമൊക്കെ ഒന്നതായി ശരിയായി വരുന്നത് വരെ. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഓക്കെ, ബൈ, സി യു.